പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാരൂരിൻ്റെ മോതിരം എന്ന കഥയെക്കുറിച്ചാണ് പഠിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി നമുക്ക് നോക്കാം. ഇനി അതിൽ പറയുന്നത്, ബാലഗോപാലൻ്റെ ജീവനെ രക്ഷിച്ചത് എന്നും ഓർത്തിരിക്കാൻ ഒരു ചെറിയ സമ്മാനം തരുന്നുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം ഉണ്ടാക്കിച്ചു തന്നതാണ് ആ ഒരു പെട്ടകം. അപ്പോൾ കുഞ്ചുനായർ തനിക്ക് സമ്മാനമായി കിട്ടിയ പെട്ടകത്തെക്കുറിച്ചുള്ള കഥയാണ് കുഞ്ഞിക്കാവമ്മയോട് പറയുന്നത്. അപ്പോൾ കുഞ്ഞിക്കാവമ്മ നിർനിമേഷയായി കുറേ നേരം ഇരുന്നു. എല്ലാം ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹം എന്നെ സംബന്ധം ചെയ്ത് 2 ആഴ്ച തികയുന്നതിന് മുമ്പാണ് ബാലഗോപാലന് ഭ്രാന്തിളകിയത്. അന്ന് ആനയെ വെടിവെക്കേണ്ടി വന്നിരുന്നെങ്കിൽ എൻ്റെ ദോഷം കൊണ്ടാണെന്ന് എല്ലാവരും പറഞ്ഞേനെ. അപ്പോൾ കുഞ്ഞിക്കാവമ്മ വെറ്റില മുറുക്കി അങ്ങനെയൊന്നും ആരും പറയുകയില്ല. കുഞ്ഞിക്കാവമ്മയെപ്പറ്റി മനക്കിലുള്ളവരും പറയുമായിരുന്നു മഹാലക്ഷ്മിയാണെന്ന്. ആ സ്ത്രീയുടെ മുഖം വികസിച്ചു. ഇത് തേച്ചു മിനുക്കി ഇത്രയും ഭംഗിയായി സൂക്ഷിക്കുന്നുണ്ടല്ലോ എന്ന് കുഞ്ഞിക്കാവമ്മ പറഞ്ഞു. അപ്പോൾ ഇത് കാണുമ്പോൾ മറ്റെല്ലാ വിഷമങ്ങളും ഞാൻ മറക്കും. എനിക്ക് നല്ല ഉശിരു തോന്നും. അപ്പോൾ കുഞ്ഞിക്കാവമ്മ ചിരിച്ചു. അപ്പോൾ കുറേ നാളായി ഇങ്ങോട്ടൊന്ന് വരണമെന്ന് വിചാരിക്കുന്നു. ഇവിടെ വീട്ടുകാരി മരിച്ചപ്പോൾ വന്നതാ. ഭാഗ്യവതിയായിരുന്നു അവർ. ഞാൻ ഭാഗ്യദോഷിയും. അപ്പോൾ ഞാൻ എന്നും ഓർക്കും, നിങ്ങളെയൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഓരോന്നോർത്താണ് സമയം കഴിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ സമയം കഴിക്കാൻ പ്രയാസം? കൊച്ചു പിള്ളേരുണ്ടല്ലോ. എനിക്കാണെങ്കിൽ വീട്ടിൽ കുഞ്ഞുങ്ങളാരുമില്ല. എല്ലാവരും ഓരോ ദിക്കില. പിള്ളേരുണ്ടെങ്കിലും അവരെൻ്റെ അടുത്തേക്കൊന്നും വരില്ല. തരപ്പടിക്കാരോട് വല്ലതും പറഞ്ഞു ചിരിച്ചു മരിക്കാനല്ലേ അവർക്കുത്സാഹം. അവർക്ക് മാത്രമല്ല, എല്ലാവർക്കും അങ്ങനെയാ. കുറേ നാട്ടുവർത്തമാനങ്ങൾ പറഞ്ഞിട്ട് അവരെഴുന്നേറ്റു. ഞാൻ പിന്നെ വരാം. അപ്പോൾ കുഞ്ഞിക്കാവമ്മ പോകുമ്പോൾ കുഞ്ചുനായർ പഴയ കാലത്തിൻ്റെ ആ ഓർമ്മ, ആ സ്മരണയിൽ കാണുകയാണ്. അപ്പോൾ ആറാട്ടെഴുന്നള്ളത്ത് മനക്കലെ പടിപ്പുരയ്ക്കൽ വന്നു നിന്നപ്പോഴാണ് കുഞ്ഞിക്കാവിനെ ആദ്യം കുഞ്ചുനായർ കണ്ടതെന്ന് തോന്നുന്നു. അങ്ങനെ ബാലഗോപാലൻ്റെ പുറത്താണ് എഴുന്നള്ളിച്ചിരുന്നത്. അപ്പോൾ തീവെട്ടികളുടെ പ്രകാശം കൊണ്ട് ആ പ്രദേശം മുഴുവൻ പൊൻനിറമായി. അപ്പോൾ എന്താണ്, പന്തങ്ങളാണ്. അങ്ങനെ പടിപ്പുര വാതിൽക്കൽ നിൽക്കുകയായിരുന്നു കുഞ്ഞിക്കാവ്. നെറ്റിപ്പട്ടം കെട്ടിയ ഗംഗാധരൻ ആനയുടെ മസ്തകം പോലെയുണ്ട്. കസവ് കരയുള്ള മുലക്കച്ച കെട്ടിയ മാറിടം, തങ്കനിറമുള്ള മുഖത്തിൻ അകമ്പടി സേവിക്കുന്ന തോടയും മുഖവുമായി മത്സരിച്ച് കയ്യേറ്റമുണ്ടാകാതിരിക്കാൻ ഇടയ്ക്ക് വളഞ്ഞു പുളഞ്ഞു കീഴോട്ടൊഴുകിക്കിടക്കുന്ന അളകങ്ങൾ, തോടകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പച്ചപ്പട്ടു റൗക്കയിൽ വിശ്രമിക്കുന്ന നാഗപത്തിമാല, തീവെട്ടിയുടെ പ്രകാശത്തിൽ വെട്ടിത്തിളങ്ങുന്ന വെള്ളക്കല്ല് പതിച്ച മുക്കുത്തി. അപ്പോൾ കൗതുകത്തോടും അത്ഭുതത്തോടും നോക്കി നിന്നു പോയി താൻ. എത്ര നേരമാ അങ്ങനെ നിന്നോ അറിയില്ല. അപ്പോൾ കുഞ്ഞിക്കാവമ്മയെ കണ്ട ആ ഒരു രംഗം കുഞ്ചുനായർ ഓർമ്മിച്ചെടുക്കുകയാണ്. അപ്പോഴാണ് താൻ ധ്യാനത്തിൽ നിന്നുണർന്നത്. പിന്നെ പലപ്പോഴും അവരെ കണ്ടിട്ടുണ്ട്. അനർഹമായ കൊതിയോടെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അക്കാലത്ത് ഒരിക്കലും അവരോട് താനോ സംസാരിച്ചിട്ടില്ല. അപ്പോൾ വല്ലതു പറയാനും കേൾക്കാനും മോഹിച്ചിട്ടുണ്ട്. കുഞ്ഞിക്കാവമ്മ എവിടെ? ആനക്കാരൻ കുഞ്ചുനായർ എവിടെ? ഇപ്പോൾ അവൾ തൻ്റെ വീട്ടിലേക്ക് വന്ന് അടുത്തിരുന്ന് സംസാരിച്ചു. ഓർത്തപ്പോൾ ഇക്കിളിയായി. അപ്പോൾ 1 മാസം കഴിഞ്ഞു വീണ്ടും കുഞ്ഞിക്കാവമ്മ വന്നത് ഒരു മുണ്ടും നേരിയതും കൊണ്ടാണ്. അവരത് പഴയ ആനക്കാരന് കൊടുത്തു. അയ്യോ, എന്തോന്നാ ഇത്? ഞാൻ നേരിയതുമിട്ട് ഉത്സവം കാണാൻ പോകുന്നു. ഇപ്പോൾ കുഞ്ചുനായരും കുഞ്ഞിക്കാവമ്മയും തമ്മിൽ ഇങ്ങനെ കാണുന്ന ആ ഒരു കാഴ്ചയെക്കുറിച്ചാണ് അവർ ഇങ്ങനെ ആലോചിക്കുന്നത്. അപ്പോൾ ഉത്സവത്തിന് പോകാനൊന്നുമല്ല, വീട്ടിലിരിക്കുമ്പോൾ എടുക്കാം, അപ്പോൾ തണുക്കുമ്പോൾ പുതയ്ക്കാം. അതെ, നിങ്ങളുടെ മുതലാണ് ഞാൻ പണ്ടും അനുഭവിച്ചിരുന്നത്. അന്നും കുഞ്ചുനായർ തൻ്റെ അവദാനങ്ങൾ പറഞ്ഞു. അപ്പോൾ കുഞ്ഞിക്കാവമ്മ എല്ലാം ശ്രദ്ധിച്ച് കേൾക്കുകയാണ്. അവരുടെ മുഖം പ്രസന്നമായി. ഇടയ്ക്കിടയ്ക്ക് അവർ പറഞ്ഞു, ഞാൻ ഓർക്കുന്നുണ്ട് അല്ലേ, അന്നും കുഞ്ചുനായർ കുഞ്ഞിക്കാവമ്മയുടെ വീട്ടിലെ അല്ലേ ആനയെ കൊണ്ട് നടക്കുന്ന ആ ഒരു ജോലി, അതുകൊണ്ടാണ് അന്നും അവിടെ നിന്ന് തന്നെ ആയിരുന്നു ആദായം എന്ന് പറയാനുള്ള കാരണവും. അങ്ങനെ പെട്ടകം തുറന്ന് കുഞ്ഞിക്കാവമ്മയുടെ അടുത്തേക്ക് നീക്കി വെച്ചു. ആ സ്ത്രീ കട്ടിലിൻ്റെ കീഴിൽ നിന്ന് ഇടിക്കല്ല് വലിച്ചു വെച്ച് വെറ്റിലപ്പാക്ക് ചതയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ചതയ്ക്കണോ കുഞ്ഞിക്കാവമ്മയ്ക്ക്? എനിക്ക് ചതയ്ക്കണ്ട. അപ്പോൾ കുഞ്ചുനായരുടെ മുഖം വികസിച്ചു. ചതച്ച വെറ്റിലപ്പാക്ക് ആ സ്ത്രീ കുഞ്ചുനായരുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. സ്ത്രീ ചോദിച്ചു,
വിശപ്പും രുചിയുമൊക്കെ ഉണ്ടല്ലോ ഇല്ലേ? ഈശ്വരൻ അനുഗ്രഹിച്ചിട്ട് ഇപ്പോഴും സുഖമായിട്ട് ഊണ് കഴിക്കാം, കുഞ്ചുനായർ തുടർന്നു. അപ്പോൾ ഈ വയസ്സുകാലത്ത് ബുദ്ധിമുട്ടി ഇവിടെ വരെ നടന്നല്ലോ. നടക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, എനിക്ക് സുഖക്കേടൊന്നുമില്ല. എന്നും കാലത്തെ അമ്പലക്കുളത്തിൽ പോയി കുളിക്കും, 4-5 പ്രദക്ഷിണം വയ്ക്കും. കാലിന് സ്വാധീനമുണ്ടായിരുന്നെങ്കിൽ 10-20 നാഴിക നടക്കാൻ എനിക്കും പ്രയാസം കാണുകയില്ല. അപ്പോൾ കുഞ്ഞിക്കാവമ്മ പിന്നീട് വന്നത് കുഞ്ചുനായർക്ക് ഇലയടയും കൊണ്ടായിരുന്നു. അപ്പോൾ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം കുഞ്ചുനായരുടെ വീട്ടിലേക്ക് വന്നവരെ കാണുകയാണ്. അപ്പോൾ വരുമ്പോഴൊക്കെ എന്തെങ്കിലും കൊണ്ടുവന്നാൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ കൊണ്ടുവരുന്നവർക്കല്ലേ ബുദ്ധിമുട്ട് തോന്നേണ്ടത്, അല്ലല്ല മേടിക്കുന്നവർക്കും ബുദ്ധിമുട്ട് കാണും. അപ്പോൾ പിള്ളേരാരെങ്കിലും അങ്ങോട്ട് വന്നാൽ കടുക് മാങ്ങ കൊടുത്തയക്കാം. അതെ കുഞ്ഞിക്കാവമ്മയൊന്നും കയ്യിൽ കൊണ്ടുവരരുത്, വല്ലതും വേണമെങ്കിൽ പിള്ളേരാരെങ്കിലും അങ്ങോട്ട് വരും. ഇത് തന്നെ പൊതിഞ്ഞു കെട്ടിക്കൊണ്ടുവന്നത് കണ്ടിട്ട് എനിക്ക് വിഷമം തോന്നി കേട്ടോ. ഞാൻ ഇപ്പോഴും അന്നത്തെ പോലെയൊക്കെയാണ് വിചാരിക്കുന്നത്. അതെനിക്കറിയാം, അതുകൊണ്ടാണല്ലോ ഞാൻ വല്ലപ്പോഴും ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു ഓരോ അന്വേഷണങ്ങളാണ്, കാര്യങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ പറഞ്ഞ് ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അല്പനേരം മൗനമായി. അപ്പോൾ പെട്ടകത്തിലൊന്നുമില്ലേ? കുഞ്ചുനായർ വിരലിൽ നിന്നും താക്കോൽ ഊരിയപ്പോൾ കുഞ്ഞിക്കാവമ്മ താക്കോൽ വാങ്ങി പെട്ടകം തുറന്നു കുഞ്ചുനായർക്ക് മുറുക്കാൻ ചതച്ചു കൊടുത്തിട്ട് അവരും വെറ്റില മുറുക്കുകയാണ്. പിന്നെ ഒരു നാള് കട്ടിലിൻ്റെ അടിയിലിരിക്കുന്ന ഭരണി ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്കാമോ? അപ്പോൾ കുഞ്ഞിക്കാവമ്മ ഭരണി മാറ്റിവെച്ച് തുറന്നു നോക്കുമ്പോൾ, കുഴമ്പോ കാലിൽ പുരട്ടാനാണോ? ഞാൻ പുരട്ടിത്തരാം. അയ്യോ വേണ്ട, അതിനെന്താ? അവർ കുഴമ്പ് കയ്യിലൊഴിച്ച് കുഞ്ചുനായർക്ക് വിമ്മിഷ്ടം തോന്നി, പുറകെ സന്തോഷവും. അപ്പോൾ ഇതറിഞ്ഞെങ്കിൽ ഭരണി മാറ്റിവെക്കാൻ ഞാൻ പറയുകയില്ലായിരുന്നു. നോക്കിക്കോളൂ, ഞാനിത് പുരട്ടിയൊന്ന് തടവിയാൽ 15 ദിവസത്തേക്ക് പിന്നെ വേദന ഉണ്ടാവുകയില്ല. അപ്പോൾ വാർദ്ധക്യത്തിലും അവരുടെ അന്നത്തെ ആ ഒരു പ്രണയ മനസ്സിലേക്ക് വരികയാണ് കുഞ്ചുനായർക്ക്. അപ്പോൾ കുഞ്ഞിക്കാവമ്മയെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ആ ഒരു കാര്യമാണ്. അപ്പോൾ അത് കഴിയുമ്പോൾ കുഞ്ഞിക്കാവമ്മ വരുമായിരിക്കും അല്ലേ എന്ന് ചോദിച്ചിട്ട് അയാൾ പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ചേട്ടനേക്കാൾ 7-8 വയസ്സിന് എളുപ്പമുണ്ട് എനിക്ക്. എന്നെ പേര് വിളിച്ചാലും ആക്ഷേപമൊന്നുമില്ല. അയ്യോ, ഞാൻ പേര് വിളിക്കുകയില്ല, ചേട്ടൻ്റെ ഇഷ്ടം പോലെ വിളിച്ചോളൂ. അപ്പോൾ കുഞ്ഞിക്കാവമ്മ പോകുന്ന സമയത്ത് കുഞ്ചുനായർ ഇങ്ങനെ മനസ്സിൽ ഓർക്കുകയാണ്, 65 കാണും വയസ്സ്, എന്നിട്ടും കൊഴുത്തുരുണ്ടിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ആരോ മുടി ഇടയ്ക്കിടയ്ക്ക് ഓരോ മുടികൾ വെളുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. മുഖത്തിൻ്റെ മിനുക്കം പോയി, സ്വല്പം കൂടി വലുതായി മുഖം. അന്നത്തെ ആ നിറപ്പകിട്ടില്ലപ്പോൾ നടക്കുന്നത് കാണാൻ ചന്തമുണ്ട്. അപ്പോൾ സ്വഭാവം ഇത്ര നല്ലതാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അന്ന് പുറമേ നിന്ന് കാണുക മാത്രമാണ് ചെയ്തിരുന്നത്. അപ്പോൾ പലപ്പോഴും കുഞ്ചുനായർക്ക് കൊടുക്കാൻ എന്തെങ്കിലും അവർ കൊണ്ടുവരും, ശർക്കരയോ കൽക്കണ്ടമോ മുന്തിരിങ്ങയോ അങ്ങനെ ഉണ്ണിയപ്പം എന്തെങ്കിലും. അപ്പോൾ ചിലപ്പോൾ വാസന പുകയില, അല്ലെങ്കിൽ 2-3 രൂപ, മുറുക്കാൻ ചതയ്ക്കലും കുഴമ്പ് പുരട്ടി കൊടുക്കുന്നതൊക്കെ സാധാരണയായി. കുഞ്ഞിക്കാവമ്മ മാസത്തിൽ 2-3 തവണ അയാളെ സന്ദർശിച്ചു പോന്നു. ഇങ്ങനെ നായരുടെ ഒപ്പം കട്ടിലിരിക്കാൻ തുടങ്ങി. ചിലപ്പോൾ അവർ പൊട്ടിച്ചിരിക്കും. ചില ദിവസം ആ സ്ത്രീ ഏറെ നേരം അയാളുടെ അടുത്തിരുന്നെന്നും വരും. ഇങ്ങനെ ആ ഒരു പഴയ ആളുകൾ ഓരോരുത്തരായി യാത്ര പറഞ്ഞു. നമ്മൾ 4-5 പേരെ ബാക്കിയുള്ളൂ. എൻ്റെ അമ്മോ, പഴയ ആളുകളോ? കുഞ്ഞിക്കാവമ്മ പഴയ ആളാണോ? സംബന്ധം കഴിഞ്ഞ ഇടയ്ക്ക് ആറാട്ടു കാണാൻ മനക്കലെ പടിപ്പുറയിൽ നിന്നത് ഇന്നലത്തെ പോലെ ഞാൻ ഓർക്കുന്നു. മുലക്കച്ചയും തോടയും ഒന്നുമില്ലെങ്കിലും അന്നത്തെ പോലെ ഇരിക്കുന്നു ഇപ്പോഴും. കുഞ്ഞിക്കാവമ്മ ചിരിച്ചു. അപ്പം ഇതൊക്കെ നോക്കി വച്ചിരുന്നോ? ആരായാലും നോക്കി പോകുമായിരുന്നു. ചേട്ടനും അന്നത്തെ പോലെ ഇരിക്കുന്നു, മുടി വെളുത്തുന്നേയുള്ളൂ, അതു ഭംഗിയാ. കാലം മുന്നോട്ട് പോയപ്പോൾ തമ്മിൽ പ്രത്യേക ബന്ധമുണ്ടെന്ന് ഇരുവർക്കും തോന്നി. കുഞ്ഞിക്കാവിനെ സന്തോഷിപ്പിക്കണമെന്നയാൾ ആഗ്രഹിച്ചു. കുഞ്ചുനായർക്കൊരു ബുദ്ധിമുട്ടും വരാതെ നോക്കണം എന്നൊരു തോന്നൽ കുഞ്ഞിക്കാവിനും ഉണ്ടാവുകയാണ്. ഇങ്ങനെ അയാളുടെ വീട്ടിലുള്ളവർ പറഞ്ഞു. മനക്കിലുള്ളവർ ഒന്നും അന്വേഷിച്ചില്ലെങ്കിലും അമ്മാവനെ സ്വന്തം അമ്മാവനെ പോലെയാ കുഞ്ഞിക്കാവമ്മ കരുതുന്നതെന്ന്. അപ്പോൾ ഒരു ദിവസം കുഞ്ചുനായർ കുഞ്ഞിക്കാവിൻ്റെ വലതു കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, എന്നോട് ഇത്രയും സ്നേഹം കാണിച്ചില്ലേ, ഞാനൊരു കാര്യം ചെയ്യാൻ പോവുകയാ, തടസ്സം പറയരുത്. അതെന്താ തടസ്സം പറയുമെന്ന് സംശയം? അപ്പോൾ കുഞ്ചുനായർ തൻ്റെ മോതിരമൂരി ആ വിധവയുടെ അണിവിരലിൽ അണിയിക്കുകയാണ്. അപ്പോൾ അയാളുടെ പരുക്കൻ കൈ പിടിച്ച് കുഞ്ഞിക്കാവമ്മ തൻ്റെ മൃദുവായ മുഖമമർത്തി മോതിരത്തിൽ നോക്കിക്കൊണ്ടവർ പറഞ്ഞു, എനിക്ക് ഭാഗമോ?
അപ്പോൾ കുഞ്ചുനായർ ചിരിച്ചു. ചേട്ടന് നടക്കാമെങ്കിൽ വീട്ടിലൊന്ന് വരൂ. അയ്യോ, നടക്കാൻ മേല, വല്ല തരത്തിൽ അങ്ങോട്ട് വരാമെന്ന് വയ്ക്കുക, തിരിച്ചു പോരാൻ വിഷമിക്കും. അപ്പോൾ തിരിച്ചു പോരാൻ വിഷമം തോന്നിയാൽ 5-6 ദിവസം അവിടെ താമസിക്കണം. വരാം, പിന്നെ വരാം, അടുത്ത ആഴ്ച. അങ്ങനെ എൻ്റെ പിറന്നാളാ, അത് കഴിഞ്ഞ് വരാം. അപ്പോൾ പിറന്നാളിന് കുഞ്ഞിക്കാവും വരണം കേട്ടോ. കുഞ്ചുനായരുടെ 74-ാം പിറന്നാളിന് കുഞ്ഞിക്കാവും ചെന്നു. അദ്ദേഹം മരിച്ചതിൻ്റെ ദുഃഖമൊന്ന് തണുത്തപ്പോൾ വീട്ടിലുള്ളവർ മോതിരം അന്വേഷിച്ചു. ആരാണ് ആ മോതിരം എടുത്തത്, എവിടെ വെച്ച്? താക്കോല് കയ്യിൽ നിന്ന് ഊരിയവർ മോതിരവും ഊരിക്കാണുമല്ലോ. വല്ലവരും തട്ടിക്കൊണ്ടുപോയോ? പെട്ടകവും കണ്ടില്ല. ഈയിടെ അത് കയ്യിൽ കാണാറില്ല. വല്ലയിടത്തും ഊരി വെച്ചിട്ട് കാക്കയോ എലിയോ കൊണ്ടുപോയതാണോ? ആരും കട്ടെടുക്കാൻ ഇടയുമില്ല. അപ്പം അമ്മാവന് ബോധമില്ലാതെ കിടന്നില്ലല്ലോ. ഈ ദിവസങ്ങളിൽ ഇവിടെ വിശേഷിച്ച് ആരും പ്രത്യേകിച്ച് പുറമെ നിന്ന് വന്നിട്ടുമില്ല. പിന്നെ ആരാ? കുഞ്ഞിക്കാവ് ചേച്ചിയെ വല്ലപ്പോഴും വരാറുള്ളൂ. അപ്പോൾ മോതിരത്തോട് ചേർത്ത് അവരുടെ പേര് പറഞ്ഞാൽ മഹാപാപമുണ്ട്. പൊന്നണിഞ്ഞ് മതിയും കൊതിയും തീർന്നവരാണ് അവർ. അവരുടെ പെട്ടിയിൽ ഇപ്പോഴും കാണും 100 പവൻ്റെ ഉരുപ്പടി. മുറ്റത്തോ പറമ്പിലോ എങ്ങാനും നോക്കാം, കണ്ടില്ലെങ്കിൽ മിണ്ടണ്ട. ഇങ്ങനെയൊക്കെ അവിടെ പറച്ചിലുണ്ടായി. അപ്പോൾ കുഞ്ഞിക്കാവമ്മയും കുഞ്ചുനായരും തമ്മിലുള്ള ആ ഒരു സംസാരങ്ങളാണ്. അപ്പോൾ ആ കുഞ്ഞിക്കാവിനെ കാണാനുള്ള ഭംഗിയും അവരുടെ സൗന്ദര്യത്തെക്കുറിച്ചൊക്കെ കുഞ്ചുനായരിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ വരുന്ന കുഞ്ഞിക്കാവമ്മ കുഞ്ചുനായരെ കാണാൻ വരുന്ന സമയങ്ങളിലൊക്കെ അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളുമായിട്ടാണ് വീട്ടിലേക്ക് വരുന്നതും. അപ്പോൾ ഈ 65 തികഞ്ഞിട്ടും സുന്ദരിയായിരിക്കുന്ന കുഞ്ഞിക്കാവമ്മയെ കുഞ്ചുനായർ ഓർക്കുകയാണ്. ഇവർക്ക് ഇത്ര നല്ല സ്വഭാവമായിരുന്നെന്ന് അന്ന് ഒരിക്കലും അദ്ദേഹം അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ കുഞ്ഞിക്കാവമ്മയ്ക്ക് കുഞ്ചുനായർ തൻ്റെ വിരലിൽ കിടന്നിരുന്ന മോതിരമെടുത്ത് വിരലിൽ അണിയിച്ചു കൊടുക്കുകയാണ് കുഞ്ഞിക്കാവമ്മയുടെ. അപ്പം വിവാഹം എന്താണ്? വിവാഹത്തിൻ്റെ പ്രതീകമാണ്, അല്ലെങ്കിൽ ഒരു മുദ്ര അടയാളമായിട്ടാണ് മോതിരത്തെ കാണുന്നത്. അപ്പോൾ കുഞ്ഞിക്കാവിൻ്റെ വിരലിൽ കുഞ്ചുനായർ ആ മോതിരം വാർദ്ധക്യത്തിലാണെന്ന് ഓർക്കണം. ആ സമയത്ത് മോതിരം അണിയിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് പിറന്നാളിന് കാണാമെന്നും കുഞ്ഞിക്കാവിനെ ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ കുഞ്ചുനായർ പിറന്നാൾ ആ സമയങ്ങളിലാണ് അദ്ദേഹം മരിക്കുന്നതും. അങ്ങനെ ആ ദുഃഖങ്ങളെല്ലാം തീർന്നപ്പോഴാണ് ആ കുഞ്ചുനായരുടെ മോതിരത്തെക്കുറിച്ച് വീട്ടിലുള്ളവർ ഒന്നടങ്കം അന്വേഷിക്കുന്നത്. അപ്പം എവിടെയും പോവാൻ വഴിയില്ല. പിന്നെ അവിടേക്ക് ആകെ വല്ലപ്പോഴും വന്നിരുന്നത് കുഞ്ഞിക്കാവമ്മയാണ്. അവരെ സംശയിക്കാനും തരമില്ല. കാരണം ഇഷ്ടംപോലെ സ്വർണ്ണം ഇട്ട് എല്ലാ ആഗ്രഹവും തീർന്നവരാണ്. ഇപ്പോഴും അവരുടെ പെട്ടിയിൽ കാണും സ്വർണം എന്ന് പറയുകയാണ്. അങ്ങനെ കുഞ്ഞിക്കാവിനെ സംശയിച്ചാൽ അത് മഹാപാപമുണ്ടാകുമെന്നും അവർ പറയുകയാണ്. മുറ്റത്തോ പറമ്പിലോ നോക്കിയിട്ട് കണ്ടില്ലെങ്കിൽ മിണ്ടണ്ട എന്നും അവർ പറഞ്ഞ് അങ്ങനെ ആ ഒരു സംസാരം നിർത്തുകയാണ്. അപ്പോൾ ആ ഒരു വാർദ്ധക്യത്തിലാണെങ്കിലും അവിടെയും ഒരു പ്രണയം, അതൊരു വിവാഹത്തിൻ്റെ തുടക്കമായ ഒരു മോതിരം അണിയിക്കലിലേക്ക് എത്തി നിൽക്കുന്ന ആ ഒരു സന്ദർഭത്തെയാണ് ഇവിടെ എഴുത്തുകാരന് കാണിക്കുന്നതും. ഇനി ഇതിനകത്തേക്ക് വരാവുന്ന ചോദ്യങ്ങളാണ്. കുഞ്ചു അമ്മാവൻ്റെ ജീവിത സായാഹ്നം പ്രകാശവത്തായിരുന്നു എന്ന് പറയാൻ കാരണം എന്താണെന്ന്. അദ്ദേഹത്തിൻ്റെ ആ ഒരു വാർദ്ധക്യ ജീവിതം പ്രകാശവത്തായിരിക്കാനുള്ള കാരണം എന്താണ്? കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അല്ലേ വലത്തെ കാലിന് സ്വാധീനക്കുറവ് വരുന്നു, പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ വരിക, അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് സാധാരണ വെളിയിൽ പോകാതിരിക്കുക, അദ്ദേഹത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും അന്വേഷിക്കാനും മക്കൾ ശ്രദ്ധ കാണിച്ചതൊക്കെയാണ്. പിന്നെ വിധവയായതിനു ശേഷവും കുഞ്ഞിക്കാവമ്മയ്ക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. കാരണം എന്താണെന്ന് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ, അപ്പോൾ 2 വിവാഹം കഴിച്ച തുപ്പൻ നമ്പൂതിരിയാണ് കുഞ്ഞിക്കാവമ്മയുടെ സൗന്ദര്യത്തിൽ മതിമറന്ന് അവരെ വീണ്ടും സംബന്ധം ചെയ്യുന്നത്. അപ്പോൾ സൗന്ദര്യത്തിൻ്റെയും പതിഭക്തിയുടെയും വിലയായിട്ടാണ് നമ്പൂതിരി അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കുന്നത്. അപ്പോൾ മരണശേഷം അവർക്ക് ജീവിക്കാൻ യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് അതിനകത്തേക്ക് കുഞ്ചുനായരുടെ വാർദ്ധക്യവും മരണവും, നമുക്ക് എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യം, ആ വാർദ്ധക്യത്തെ എങ്ങനെയാണ് അദ്ദേഹം രസകരമായ രീതിയിലേക്ക് കൊണ്ടുപോയതെന്ന രീതിയിലേക്കൊക്കെ അതിനകത്ത് എഴുതുക. പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണം അല്ലേ, ആ വാർദ്ധക്യത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള ഒരു വഴി. പിന്നെ കുഞ്ഞിക്കാവമ്മയുടെ ദാമ്പത്യത്തെക്കുറിച്ച് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, തിരുമേനി സമ്മാനിച്ചതാ പെട്ടകം സമ്മാനിച്ച സാഹചര്യം ഏത്? ആന ഇടഞ്ഞു നിൽക്കുന്ന സമയത്താണല്ലേ അതിനെ കുഞ്ചുനായർ മെരുക്കിയ ആ സന്ദർഭത്തിലാണ് പെട്ടകം അതിനെ വിശദീകരിച്ചെഴുതുക. മറ്റൊന്ന്, കുഞ്ചുനായർ ആദ്യമായി കുഞ്ഞിക്കാവമ്മയെ കണ്ട ആ ഒരു രംഗം വിവരിക്കുക. അവർ ആ പടിപ്പുരയ്ക്കൽ വന്ന് നിൽക്കുന്ന ആ ഒരു രംഗങ്ങൾ. കണ്ടില്ലെങ്കിൽ മിണ്ടണ്ട,
ഇങ്ങനെയൊക്കെ അവിടെ പറച്ചിലുണ്ടായി. സന്ദർഭം എഴുതുക. എന്താണ്? കുഞ്ചുനായരുടെ മോതിരത്തെ അന്വേഷിക്കുകയാണ്. അപ്പം ആ മോതിരം കണ്ടില്ലെങ്കിൽ ഇനി അത് എവിടെയെങ്കിലും കളഞ്ഞു പോയിട്ടുണ്ടാവും, അതുകൊണ്ട് അതിനെക്കുറിച്ചിട്ട് കൂടുതൽ സംസാരിക്കേണ്ട എന്ന ആ ഒരു രീതിയിലേക്ക് വരികയാണ്. പിന്നെ വരുന്നത് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. വാർദ്ധക്യകാലത്ത് പരസ്പരം തോന്നിയ തീവ്രമായ പ്രണയത്തിൻ്റെ സ്പന്ദനങ്ങളാണ് മോതിരം എന്ന കഥയിൽ തുടിക്കുന്നത്, വിശദീകരിക്കുക. അപ്പോൾ അതിന് ഈസി ആയിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉത്തരം എഴുതാവുന്നതാണ്. വാർദ്ധക്യകാലത്താണ് കുഞ്ചുനായരും കുഞ്ഞിക്കാവുമ്മയും തമ്മിൽ പ്രണയിക്കുന്നതും. അപ്പോൾ പ്രണയത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് അല്ലെങ്കിൽ ഒരു അടയാളമായിട്ടൊരു മോതിരം അണിയിക്കുന്നത് അത്തരത്തിൽ അവർ കാണുന്ന സമയങ്ങൾ, സന്ദർഭങ്ങൾ, പലപ്പോഴും കുഞ്ചുനായരെ കാണാൻ വരുന്ന കുഞ്ഞിക്കാവ് അദ്ദേഹത്തിന് നൽകുന്ന പല സാധനങ്ങൾ, ഇതൊക്കെ ഒരു പ്രണയത്തിൻ്റെ പ്രതീകമായിട്ടാണ് അതിനകത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് സുഖമായിട്ട് എഴുതാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് കാരൂരിൻ്റെ മോതിരം എന്ന ഈ ഒരു കഥയിൽ പറയുന്നത്.